നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ശിവാനിയുടെ ഉള്ളറിയാൻ വേണ്ടി കോടതിയിൽ വന്നു കഴിഞ്ഞാൽ നീ കാലുമാറി കളയരുതെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോ അവള് പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു 10 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് തന്നാ അവള് വാക്ക് മാറില്ല എന്ന്. ഏട്ടത്തി ഇത് എവിടെ പോയിരിക്കുമായിരുന്നു? കാണാതായപ്പോ ഞാൻ ഫോണിൽ എത്ര പ്രാവശ്യം വിളിച്ച്, ഒന്ന് ഫോൺ എടുത്തൂടെ? എടാ, കോള് വന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. ഐശ്വര്യ ഞാൻ ഫോണിൽ ഒരു 100 പ്രാവശ്യം വിളിച്ച്, ഒരു വിധത്തിലും ഫോൺ എടുക്കുന്നില്ലെന്നു. നിന്റെ കാര്യം വലിയ കഷ്ടമാണ് പ്രണവേ. ആദ്യം നിന്റെ കയ്യിൽ നീ ഫോൺ വാങ്ങി ദൂരെ അറിയണം. എടാ, ആ കുട്ടി ആശുപത്രി പോയിട്ട് വീട്ടിൽ ചെന്ന് കിടക്കല്ലേ, പിന്നെ നീ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം വല്ലതാണോ? എന്നാലും ഈ ശിവാനി അവിടെ വെച്ചൊരു മുറിവ് വരുത്തുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഒരു ലെറ്റർ? അതൊന്നും ഇല്ലടാ, ഒരു ലെറ്റർ. പദം ഇത് കൊള്ളാലോ. ശിവാനി അയച്ച ഡിവോഴ്സ് നോട്ടീസ് അല്ലേ ഇത്? ഇതെന്തായാലും നന്നായി. അമ്മാ, ഒന്നിങ്ങോട്ട് വാ, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അതൊക്കെ മുഴു പ്രാന്താണെന്നാ തോന്നുന്നത്. നമ്മൾ അങ്ങോട്ടൊരു നോട്ടീസ് അയച്ചപ്പോഴത്തേക്ക് അത് മടക്കി അയച്ചു. ഇപ്പതാ അവള് തന്നെ വക്കീൽ നോട്ടീസ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. എന്താടാ, എന്തിനാ വിളിച്ചേ? അമ്മേ, എനിക്ക് ലോട്ടറി അടിച്ച്. വെറും ലോട്ടറി അല്ല, ബമ്പർ ലോട്ടറി. ലോട്ടറിയോ? ഏത് ലോട്ടറി? ഇത് കണ്ടാ, ശിവാനി ഇങ്ങോട്ട് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇനിയിപ്പം നമ്മുടെ കാര്യം കുറച്ചുകൂടെ എളുപ്പമായല്ലോ. നോക്കട്ടെ. എടാ ഗൗതം, ഇന്ന് തന്നെ ഇതുമായി പോയി നമ്മുടെ വക്കീലിനെ കാണണം. എന്നിട്ട് എല്ലാം ഒന്ന് വേഗത്തിലാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. എന്തായാലും അവളായിട്ട് തന്നെ ഒഴിഞ്ഞു പോകാൻ തീരുമാനിച്ചല്ലോ. ദൈവാനുഗ്രഹമാണെന്ന് കരുതിയാൽ മതി.